അഭിവന്ദനായ തങ്ങൾ, പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഹാബ്കോ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ സുദീർഘമായി സംസാരിക്കുന്നില്ല. സാധാരണ തിരഞ്ഞെടുപ്പ് കാലത്ത് അഭിവന്ധ്യ തങ്ങൾ നിലമ്പൂരിൽ വരാറുള്ളത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് UDF-ന്റെ നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനാണ് തങ്ങൾ നിലമ്പൂരിൽ എത്താറുള്ളത്. പക്ഷേ ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട തങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് UDF-ന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊടിയേറ്റമാണ് അക്ഷരാർത്ഥത്തിൽ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ജാഗ്രതാ സമ്മേളനം എന്ന് ഉണർത്താൻ ആഗ്രഹിക്കുക. നമ്മൾ മഹാമാരിയുടെ കാലത്ത് നമ്മൾ കേരളം ചർച്ച ചെയ്തൊരു മുദ്രാവാക്യമുണ്ട്, ഭയം വേണ്ട ജാഗ്രത മതി എന്ന മുദ്രാവാക്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത് ജാഗ്രതയുടെ മുദ്രാവാക്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നേരം ഇരുട്ടി വെളുത്തപ്പോൾ ഒരു സുപ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നത് പോലെ ഉണ്ടായ ഒരു സ്വാഭാവികമായ പ്രക്രിയയല്ല നിലമ്പൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്. അത് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ നിർണായകമായ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് നിലമ്പൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മലീമസമാക്കുന്ന മുന്നണി രാഷ്ട്രീയത്തിനെതിരെ അവിടെ തന്നെ പോരാട്ടത്തിന് തിരികൊളുത്തി ശ്രീ PV അൻവർ ആരംഭിച്ച ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. കേരളത്തെ ഒന്നടങ്കം RSS വൽക്കരിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന പ്രവർത്തനത്തിനെതിരായി അദ്ദേഹം തുടങ്ങിവെച്ച ഒരു വലിയ പോരാട്ടത്തിന്റെ അനന്തരഫലമാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഈ രാജ്യത്തെ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ വിഭജിക്കുവാൻ നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നരേന്ദ്രമോദിയുടെ ശ്രമത്തിന് ഊർജം പകരുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന് BJP-യുടെ സഹായത്തോടെ കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഒരു നിഴൽ ഗവൺമെന്റായി പിണറായി വിജയൻ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നു, നമ്മൾ ശക്തമായി ചെറുത്തു. രാജ്യത്തിന്റെ പാർലമെന്റിൽ കഴിഞ്ഞ തവണ നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ വലിയ എതിർപ്പുയർത്താൻ നമുക്ക് കഴിഞ്ഞില്ല. മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കി മാറ്റി, കശ്മീരിന്റെ 380 എടുത്തു കളഞ്ഞു, UAPA നിയമം ഭേദഗതി ചെയ്തു, NIA-ക്ക് കൂടുതൽ അധികാരം കൊടുത്തു. ഇതൊക്കെ കപ്പലണ്ടി കൊടുക്കുന്ന ലാഘവത്തോടെയാണ് കഴിഞ്ഞ പാർലമെന്റിൽ ചർച്ച ചെയ്ത് പാസ്സാക്കിയെങ്കിൽ ഈ പാർലമെന്റിൽ അത് അവതരിപ്പിച്ചപ്പോൾ ശക്തമായ പ്രതിഷേധം നമുക്ക് ഉയർത്താൻ കഴിഞ്ഞു. JPC-ക്ക് വിടേണ്ടി വന്നു, അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. പാർലമെന്റിൽ വീണ്ടും ചർച്ച ചെയ്യേണ്ടി വന്നു. പ്രസംഗങ്ങൾ നടന്നു, ചർച്ചകൾ നടന്നു, സംവാദങ്ങൾ നടന്നു, വോട്ടെടുപ്പ് നടന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ വഖഫ് ഭേദഗതി നിയമം ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പാസ്സാക്കി. പക്ഷേ നമ്മൾ സുപ്രീം കോടതിയിൽ പോരാട്ടം തുടരുകയാണ്. കോൺഗ്രസ്, മുസ്ലിം ലീഗും സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. ആ വഖഫ് ഭേദഗതി നിയമം ചുരുട്ടിക്കൂട്ടി സുപ്രീം കോടതി ചവറ്റുകൊട്ടയിലേക്ക് എറിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ആ വഖഫ് ഭേദഗതി നിയമത്തിന്റെ പേരിൽ രാജ്യത്തിലെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുമ്പോൾ, ഇവിടെ മുൻപം വിഷയത്തിന്റെ പേരിൽ ഈ നാട്ടിൽ വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുകയാണ്. മുൻപത്തെ ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ മുസ്ലിം ലീഗ് മുന്നിട്ടിറങ്ങി. അഭിവന്ദനായ സാദിഖ് അലി തങ്ങൾ 1000 വട്ടം ആണയിട്ട് പറഞ്ഞു, ഒരു മേശയുടെ ചുറ്റിലിരുന്ന് നമുക്ക് ആ പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് പ്രിയപ്പെട്ട തങ്ങൾ പറഞ്ഞിട്ട് പോലും ആ പ്രശ്നം പരിഹരിക്കാതെ പിണറായി വിജയൻ മൂന്നാം ഭരണം മോഹിച്ചുകൊണ്ട് ആ മുനമ്പം വിഷയം ഊതി വീർപ്പിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന്റെ ആ മോഹത്തിന്റെ മുനയൊടിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്. കേരളത്തിൽ പിണറായി വിജയൻ RSS-ന്റെ സഹായത്തോടെ തന്റെ മൂന്നാം ഗവൺമെന്റിനെ തുടർച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വെള്ളാപ്പള്ളിയുടെ ഇവിടേക്കുള്ള വരവ്. ആ വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസംഗത്തെ വെള്ളപൂശുന്ന അദ്ദേഹത്തിന്റെ ആലപ്പുഴ പ്രസംഗം കൂടി വന്നതോടുകൂടി കാര്യങ്ങളുടെ കിടപ്പൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഈ രണ്ട് ഗവൺമെന്റുകൾക്കെതിരെയുള്ള അതിശക്തമായ ഒരു വിധിയെഴുത്തായി മാറേണ്ടതുണ്ട്. അതിനുവേണ്ടി അരയും തലയും മുറുക്കി നമുക്ക് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം. മുണ്ട് മുറുക്കി കൊടുത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ഇന്നു മുതൽ ഗോദയിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ജാഗ്രതാ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് സൂചിപ്പിച്ചതുപോലെ നമുക്ക് വോട്ടർ പട്ടികയിൽ വളരെയധികം ആളുകളെ ചേർക്കേണ്ടതുണ്ട്. ഇനിയും ബാക്കി നിൽക്കുന്ന ആളുകളെ ചേർത്ത് തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അതിശക്തമായി ആത്മാർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളുടെ സ്ഥാനാർത്ഥി ആരായാലും ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ഒരു പ്രസക്തിയുമില്ല. ഇതിവിടെ സൂചിപ്പിച്ചതുപോലെ പിണറായിസത്തിനെതിരെ
സാധ്യതയുള്ള കേരളത്തിന്റെ വിധിയെഴുത്താണ്, വേലിയേറ്റമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ ഏത് സ്ഥാനാർത്ഥിയായാലും 10,000-കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി കേരള നിയമസഭയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായ പരിശ്രമങ്ങളുമായി കൈകൾ കോർത്തു വെച്ച് ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആ പോരാട്ടത്തിന് അതിവേഗം ബഹുദൂരം മുന്നിട്ടിറങ്ങിയ മുസ്ലിം ലീഗിന്റെ സഹപ്രവർത്തകന്മാരെ ഹൃദയത്തോട് ചേർത്ത് ആത്മാർത്ഥമായി നിങ്ങളെ സല്യൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനം.